ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ എൻക്ലെക്സ് സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ സ്ക്രീനിലുള്ള ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കാം. A 15-year-old female with a history of depression and recent relationship troubles with her close friends is brought to the emergency department by her concerned parents after they found an empty bottle of maximum strength acetaminophen in her room. Okay, സോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 15-year-old ഫീമെയിൽ ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ളൊരു പേഷ്യൻ്റാണ്. പേരൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്. സോ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അസറ്റാമിനോഫിൻ്റെ മാക്സിമം സ്ട്രെങ്ത് ബോട്ടിൽ എവിടെ ഉണ്ടായിരുന്നു? റൂമിലുണ്ടായിരുന്നു അല്ലേ. സോ ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഉള്ള പേഷ്യൻ്റാണ്. അപ്പം അസറ്റാമിനോഫിൻ എന്താണ്? അസറ്റാമിനോഫിൻ നമ്മുടെ പാരസെറ്റമോൾ പോലെ തന്നെ മൈൽഡ് മോഡറേറ്റ് പെയിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെയിൻ കില്ലറാണ്. ഓക്കെ, സോ അസറ്റാമിനോഫിൻ ഒരു പെയിൻ കില്ലറാണ്. അതിൻ്റെ ഒരു MT ബോട്ടിൽ, മാക്സിമം സ്ട്രെങ്ത് MT ബോട്ടിലാണ് ഈ റൂമിൽ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിനെ പേരൻസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നൗ അപ്പോൺ ക്വസ്റ്റ്യനിങ്, അപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ച സമയത്ത് ദ പേഷ്യൻറ്റ് ടിയർഫുള്ളി അഡ്മിറ്റ്സ് ടു ഇൻജസ്റ്റിംഗ് 15 ടാബ്ലറ്റ്സ് ഓഫ് ദ മെഡിക്കേഷൻ 45 minutes ago. അപ്പോൾ ഹിസ്റ്ററി കളക്ഷൻ്റെ സമയത്ത് 45 minutes ago ഒരു 15 അസറ്റാമിനോഫിൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ഷീ ഈസ് വിസിബിളി ആൻഷ്യസ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ലുക്സ് അറ്റ് ദ മാർക്സ് ഓൺ ഹെർ റിസ്റ്റ്. ഓക്കെ, വിച്ച് സീംസ് ടു ബി സൂപ്പർഫിഷ്യൽ സ്ക്രാച്ചസ്. അപ്പം ആംസിൽ അല്ലെങ്കിൽ റിസ്റ്റിലൊക്കെ എന്തുണ്ട്? സൂപ്പർഫിഷ്യൽ സ്ക്രാച്ചസ് ഉണ്ട്. ഓക്കെ, സോ ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഉള്ള പേഷ്യൻ്റ് ആണ്. സൂപ്പർഫിഷ്യൽ സ്ക്രാച്ചസ് റിസ്റ്റിലുണ്ട്. ആൻഡ് അസറ്റാമിനോഫിൻ 15 ടാബ്ലറ്റ്സ് 45 minutes ago എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ വൈറ്റൽ സയൻസ് പേഷ്യൻ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ആസ് ദ നേഴ്സ് പ്രിപ്പയർസ് ടു address the situation, several orders from the primary care provider come in. Which of the following orders should the nurse prioritize and carry out first? Okay, so first carry out ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു 6 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പ്രയോറിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അസറ്റാമിനോഫിൻ എന്താണ്? മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് പെയിനെ ട്രീറ്റ് ചെയ്യുന്ന പാരസെറ്റമോൾ പോലെയുള്ള ഒരു ഡ്രഗാണ് അസറ്റാമിനോഫിൻ. ഓക്കെ, ഇതിൻ്റെ ഇഞ്ചക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അത് 15 ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ, ഇത്രയും മൈൻഡിൽ വെക്കുക. ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഉണ്ട്, റിസ്റ്റിൽ സ്ക്രാച്ചസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, പെർഫോം ഗ്യാസ്ട്രിക് ലാവേജ്. ഓക്കെ, സോ ഗ്യാസ്ട്രിക് ലാവേജ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് നമുക്ക് നോക്കാം. ഗ്യാസ്ട്രിക് ലാവേജിൻ്റെ വേറൊരു പേരാണ് സ്റ്റൊമക് പമ്പിങ്. ഓക്കെ, സോ സ്റ്റൊമക്കിലെ കണ്ടന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഗ്യാസ്ട്രിക് ലാവേജ്. ഓക്കെ, സോ സ്റ്റൊമക്കിലുള്ള കണ്ടന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉള്ള പ്രൊസീജിയറാണ് ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറയുന്നത്. സോ നോർമലി ഗ്യാസ്ട്രിക് ലാവേജ് യൂസ് ചെയ്യുന്നത് ഈ ഗ്യാസ്ട്രിക് പോയിസണിങ് അല്ലെങ്കിൽ ഓവർഡോസ് ഒക്കെ വരുമ്പോഴാണ്. ഓക്കെ, ഡ്രഗ് ഓവർഡോസിനും ഗ്യാസ്ട്രിക് പോയിസണിങ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊസീജിയർ നടത്തുന്നത്. സോ നോസിലൂടെയോ മൗത്തിലൂടെയോ ഒരു ട്യൂബ് സ്റ്റൊമക്കിലോട്ട് ഇട്ടിട്ട് നോർമൽ സലൈൻ വെച്ചിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യുകയാണ് ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്യുന്നത്. അതുവഴി ഈ സ്റ്റൊമക്കിലുള്ള കണ്ടന്റ് മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എംറ്റി ചെയ്യാനായിട്ട് സാധിക്കും. ഗ്യാസ്ട്രിക് ലാവേജ് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും ടാബ്ലറ്റ് എടുത്ത, അതും 45 minutes ago എടുത്ത ഒരാളാണ്. അപ്പോൾ അതൊരു പ്രയോറിറ്റി ആണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. സോ അടുത്ത ഓപ്ഷൻ നോക്കിയേ, അഡ്മിനിസ്റ്റർ അസറ്റൈൽ സിസ്റ്റീൻ ഓറലി. ഓക്കെ, സോ അസറ്റൈൽ സിസ്റ്റീൻ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ ഈ ഓപ്ഷൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ വരുമോ എന്നറിയാനായിട്ട് എന്താണ് അസറ്റൈൽ സിസ്റ്റീൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എന്താണ് അസറ്റൈൽ സിസ്റ്റീൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അസറ്റൈൽ സിസ്റ്റീൻ എന്ന് പറയുന്നത് അസറ്റാമിനോഫിൻ ഓവർഡോസ് ആകുമ്പോൾ കൊടുക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ, സോ ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഒരു ഡ്രഗോ സബ്സ്റ്റൻസോ പോയിസൺ ആണെങ്കിൽ ആ പോയിസന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എന്തെങ്കിലും ഒരു ഡ്രഗിൻ്റെയോ സബ്സ്റ്റൻസിൻ്റെയോ എഫക്റ്റിനെ കൗണ്ട്രാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആന്റിഡോട്ട്സ്. അപ്പം അസറ്റാമിനോഫിൻ പോയിസണിങ്ങിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിഡോട്ടാണ് അസറ്റൈൽ സിസ്റ്റീൻ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത്, സ്റ്റാർട്ട് ആൻ IV വിത്ത് ഡെക്സ്ട്രോസ് 5% ആൻഡ് 0.33% നോർമൽ സലൈൻ. അപ്പം ഡെക്സ്ട്രോസും നോർമൽ സലൈൻ്റെയും IV സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ IV സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഇത് യൂറിനിലൂടെയൊക്കെ പുറത്തോട്ട് പോകാനായിട്ടാണ് ഈ IV സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ,
അടുത്തത് ഹാവ് ദ പേഷ്യൻറ്റ് ഡ്രിങ്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ മിക്സ്ഡ് വിത്ത് വാട്ടർ. ഓക്കെ, സോ ചാർക്കോൾ കൊടുക്കാനാണ് പറയുന്നത്. ആക്ടിവേറ്റഡ് ചാർക്കോൾ. എന്തിനാണ് ചാർക്കോൾ യൂസ് ചെയ്യുന്നത്? സോ ആക്ടിവേറ്റഡ് ചാർക്കോൾ എമർജൻസി ട്രീറ്റ്മെന്റ്, എസ്പെഷ്യലി പോയിസണിങ് ഒക്കെ ഉള്ളപ്പം എമർജൻസി ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്നത് കേട്ടോ. സോ സ്റ്റൊമക്കിൽ ഈ ഒരു പോയിസൺ അബ്സോർബ് ആകാതിരിക്കാനായിട്ടാണ് ഈ ഒരു ചാർക്കോൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യന്റിന് ഇത് കുടിക്കാൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. വാട്ടറിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കണ്ടക്ട് സൈക്കാട്രിക് ഇവാലുവേഷൻ. ഒരു സൈക്കാട്രിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക. അടുത്തത് അപ്ലൈ റിസ്റ്റ് റെസ്ട്രെയിൻസ് ടു പ്രിവെന്റ് ഫെർദർ സെൽഫ് ഹാം. അത് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? റിസ്റ്റിൽ കുറച്ച് കട്ടും സ്ക്രാച്ചസും ഒക്കെ കണ്ടില്ലേ, അതുകൊണ്ട് റിസ്റ്റ് റെസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്, കൂടുതൽ ഹാം ചെയ്യാതിരിക്കാനായിട്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാ ഓപ്ഷൻസും ഈ ഒരു പെർട്ടിക്കുലർ പോയിസണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ്റെ ഒക്കെ ഒരു മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാം. ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രയോറിറ്റിയാണ്, അതായത് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ്. സോ ഇവിടെ ഗ്യാസ്ട്രിക് ലാവേജ്, സ്റ്റൊമക്കിലെ കണ്ടന്റിനെയൊക്കെ റിമൂവ് ചെയ്യും എന്ന് നമുക്കറിയാം. ബട്ട് 45 minutes എഗോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രയോറിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ. നൗ അസറ്റൈൽ സിസ്റ്റിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കാരണം അസറ്റൈൽ സിസ്റ്റിൻ അസറ്റാമിനോഫിൻ പോയിസണിങ്ങിന്റെ ഒരു ആന്റിഡോട്ട് ആണ്. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് തന്നെ അസറ്റൈൽ സിസ്റ്റീൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. കാരണം എന്താണ്? ലിവർ ഡാമേജ് ആവാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അല്ലേ ഇത് കൊടുക്കണം, ആന്റിഡോട്ട് കൊടുക്കണം. ഓക്കെ, സോ ലിവർ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള വേറെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ സൈക്കാട്രിക് ഇവാലുവേഷൻ ആണെങ്കിലും IV ആണെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ B ആണ്. ഓക്കെ, സോ ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറയുമ്പം സ്റ്റൊമക്കിൽ അതുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അല്ലേ. സ്റ്റൊമക്കിൽ ആ കണ്ടന്റ്, ആ 15 ടാബ്ലറ്റ്സ് ഇപ്പോഴും ഉണ്ടോ, അബ്സോർബ് ആയോ, അതൊന്നും നമുക്കറിയില്ല. 45 minutes എഗോ ആണ്. അപ്പോൾ അതൊരു പ്രയോറിറ്റി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ അസറ്റൈൽ സിസ്റ്റിൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അസറ്റാമിനോഫിൻ എന്താണെന്ന് നിങ്ങൾ ഇനി മറക്കാതെ ഓർത്ത് വെക്കുക. അസറ്റാമിനോഫിൻ ഒരു പെയിൻ കില്ലർ ആണ്, പാരസെറ്റമോൾ പോലെ തന്നെ. ഗ്യാസ്ട്രിക് ലാവേജ് എന്താണ്? സ്റ്റൊമക് കണ്ടന്റ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. അസറ്റൈൽ സിസ്റ്റീൻ എന്താണ്? അസറ്റാമിനോഫിൻ ഓവർഡോസ് അല്ലെങ്കിൽ അസറ്റാമിനോഫിൻ പോയിസണിങ്ങിന് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിഡോട്ട് ആണ് അസറ്റൈൽ സിസ്റ്റീൻ. അസറ്റൈൽ സിസ്റ്റീൻ്റെ വേറൊരു പേരാണ് മ്യൂക്കോമിസ്റ്റ്. ഓക്കെ, അസറ്റൈൽ സിസ്റ്റീൻ്റെ വേറൊരു പേരാണ് മ്യൂക്കോമിസ്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്താണെന്ന് നോക്കി. സോ അതും ഇതേപോലെ തന്നെ പോയിസണിങ്ങിന് കൊടുക്കുന്ന ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.